ഹായ്, മുസാഫിറാണ്. ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുംബൈയിലായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്ന് രാത്രി എത്തിയതാണ്. അങ്ങനെ ഇപ്പം മുംബൈയിൽ നിന്നും സൂറത്തിലേക്ക് പോകുന്ന റൂട്ടിലാണ്. മുംബൈ ടൗൺ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം നല്ല എന്താ പറയുക, ട്രാഫിക്കാണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രാഫിക്കാണ്. അതിനിടയിൽ കബീറിൻ്റെ റെയിൻകോട്ട് മറന്നിട്ട് അതെടുക്കാൻ പോയി. ഞങ്ങളിന്ന് നേരത്തെ ഇറങ്ങിയതായിരുന്നു, പക്ഷേ കുറച്ച് ലാഗായി പോയി. ലേറ്റായിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുള്ളത്. सिटी आईवा right now take your flyover. ഇന്ന് പോകുന്നത് സൂറത്തിലേക്കാണ്. അതായത് ഇന്നലെ ഞങ്ങൾ മുംബൈയിലായിരുന്നു. മിനിയാന്ന് രാത്രിയാണ് ഞങ്ങൾ മുംബൈയിലെത്തിയത്. അപ്പോൾ കഴിഞ്ഞ 2 നൈറ്റ് ഞങ്ങൾ മുംബൈയിൽ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ സൂറത്തിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഇപ്പോൾ അവിടെ മഹാരാഷ്ട്ര കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ഗുജറാത്തിലേക്ക് പോകും. അപ്പോൾ കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, നെക്സ്റ്റ് ഗുജറാത്ത്. ഈ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ എൻ്റെ മോനെ, ഭയങ്കര തന്നെ. സൂറത്ത് പോകുന്ന വഴിയിലാണ്. നല്ല ബ്ലോക്കാണ്, എവിടെ പോയാലും ബ്ലോക്കാണ്. അതുമാത്രമല്ല നല്ല ഓഫ് റോഡും. ഓൺ റോഡൊന്നും ഇവിടെ ഇല്ല. ഇന്നലെ വണ്ടി വാഷാക്കി കൊണ്ടുവന്നേ ഉള്ളൂ, ബട്ട് ഒരു കാര്യമില്ല. ഇതാണ് അവസ്ഥ. മേലെയും ബ്ലോക്ക്, താഴെയും ബ്ലോക്ക്. അവിടെ ഫുള്ള് ബ്ലോക്കാണ്. കബീർ ഇന്നലെ കഴുകിയ വണ്ടിക്ക് തീരുമാനമായി. ഫുൾ ഓഫ് റോഡാണ് എൻ്റെ മോനെ. വേറെ നല്ല സ്കിഡാവുന്നുണ്ട്.
ഫുള്ള് ബ്ലോക്കാണ്. ഡബിൾ ഡെക്കർ ബസ്. എൻ്റെ മോനെ വല്ലാത്തൊരു റോഡ് കേട്ടോ. അല്ലോ ചളിയിൽ വീണാ പോയി മോനെ, വീണാൽ പോയി. ഇവിടുത്തെ റൂട്ടാണേ. ക്ഷീണിച്ചു. ആകെ 10 കിലോമീറ്റർ വന്നേ ഉള്ളൂ. നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ അതായത് അവിടെ ഒരു വണ്ടി മറിഞ്ഞിട്ട് ബ്ലോക്കായിരുന്നു. സംഭവം അതായിരുന്നു. ഇന്നലെ നൈറ്റ് ഒരു വണ്ടി മറിഞ്ഞിട്ട് അവിടെ റോഡ് മൊത്തം ബ്ലോക്കായി. അതിൻ്റെ ബ്ലോക്കായിരുന്നു ഇപ്പം നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മറ്റേ ഒരു മോൺസ്റ്ററൊക്കെ കുടിച്ചു. നല്ല ടയർഡായിരുന്നു. ജസ്റ്റ് 5 കിലോമീറ്റർ ആണെങ്കിലും നല്ല ടയർഡായിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ ഗുജറാത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ സൂറത്ത് എന്ന സ്ഥലത്തേക്കാണ്. വലിയ ടാസ്ക്കാണ് ഈ ഒരു യാത്രയിൽ. വീഡിയോ എടുക്കുക, അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ മാക്സിമം പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. എഡിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള വൈഫൈ കിട്ടില്ല. അങ്ങനെയൊക്കെ ഏതായാലും പറ്റുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്. ടൗണൊക്കെ ഏകദേശം കഴിഞ്ഞൊരു മലമ്പ്രദേശത്തിലൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും കാടുകളൊക്കെ ആയിട്ട്. ഇവിടെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്, കുറച്ച് തണുപ്പുണ്ട്. ഇത് മുംബൈനേക്കാളും കുറച്ച് ചൂട് കുറവുണ്ട് ഇവിടെ.
അവിടെ നല്ല ചൂടാണ്. ഐ തിങ്ക് നമ്മൾ ഗുജറാത്തിലേക്ക് കയറിയതാന്ന് തോന്നുന്നുള്ളത്. അവിടെ ചെക്ക് പോസ്റ്റും ടോളൊക്കെ ഉണ്ട്. മഹാരാഷ്ട്രയിൽ എത്ര ദിവസം? കഴിഞ്ഞ ഒരു 4 ദിവസം. ഇത് ഞങ്ങളുടെ 7ാമത്തെ ദിവസമാണ്. അങ്ങനെ 7ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7ാമത്തെ ദിവസത്തിലാണ് ഞങ്ങൾ ഗുജറാത്തിൽ കയറി. 4 ദിവസം മഹാരാഷ്ട്രയിൽ ഞങ്ങളുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗുജറാത്താണ്. ബാക്കി വിശേഷങ്ങൾ ഗുജറാത്തിൻ്റെ മണ്ണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തിലേക്ക് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. കുറച്ച് ഓടാനുണ്ട്. വൈകുന്നേരം ആകുമ്പോഴൊക്കെ അവിടെ പിടിക്കാനാണ് പ്ലാൻ. നല്ല ചൂടാ. എത്ര ദിവസം നമുക്ക് മഴയൊക്കെ കിട്ടിയിട്ട് ഈ ഒരു ചൂടറിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ചൂടാണെങ്കിൽ അപ്പൊ രാജസ്ഥാനിലെ ചൂടൊന്നും സഹിക്കാൻ പറ്റൂല. അവിടെ ഒരു ക്ഷേത്രമോ എന്താ അറിയില്ല. ഇവിടെ മഴ പെയ്തിനും തോന്നുന്നുണ്ടല്ലോ. ഓ, ഇപ്പൊ മേലൊക്കെ ഒന്ന് തണുത്തു. എത്ര ദിവസം മഴ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചത്. പക്ഷെ മഴയല്ല മക്കളെ. മഴ നമുക്ക് താങ്ങാൻ പറ്റും, നനയും, ആരും കുഴപ്പമില്ല. പക്ഷെ ഈ ചൂട് അത് സഹിക്കാൻ പറ്റൂല. ഇവിടെ മഴ വന്നിനോ?